ഗുഡ് മോർണിംഗ് യൂറോപ്പ് ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. കുടിയേറ്റങ്ങൾക്ക് പൂട്ടിടാൻ ഷബാന. ബ്രിട്ടനിലേക്കുള്ള കുടിയേറ്റങ്ങൾക്ക് തടയിടാൻ കടുത്ത നടപടികളിലേക്ക് തുടക്കമിട്ട് പുതിയ ആഭ്യന്തര സെക്രട്ടറി ഷബാന അഹ്മദ്. രാജ്യത്തേക്കുള്ള ആളുകളുടെ കള്ളക്കടത്ത് എങ്ങനെ തടയാമെന്ന് ചർച്ച ചെയ്യുന്നതിനായി 5 ഐസ് സുരക്ഷാ സഖ്യത്തിന്റെ യോഗം വിളിച്ചു ചേർക്കും. ചാനൽ കടന്ന് UK-യിലെത്തുന്ന കുടിയേറ്റക്കാരുടെ എണ്ണം ഞായറാഴ്ച റെക്കോർഡ് സമയത്തിനുള്ളിൽ 30,000 കവിഞ്ഞ സാഹചര്യത്തിലാണ് ഈ നടപടി. ലണ്ടനിൽ മഹ്മൂദിനൊപ്പം ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ US സെക്രട്ടറി ക്രിസ്റ്റി നോമിയും ഇന്റലിജൻസ് പങ്കിടൽ കരാറിലെ മറ്റ് അംഗരാജ്യങ്ങളായ ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലൻഡ് എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ആഭ്യന്തരമന്ത്രിമാരും ഓൺലൈൻ ചർച്ചയിൽ ചേരും. കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നത് തടയുന്നതിനെക്കുറിച്ചും മാരകമായ സിന്തറ്റിക് ഓപ്പിയോയിഡ് വ്യാപനം എങ്ങനെ തടയാമെന്നതിനെക്കുറിച്ചും അവർ ചർച്ച നടത്തും. ബിസിനസ് സെക്രട്ടറി പീറ്റർ കൈൽ ചൈനയിലേക്ക്. UK-യുടെ പുതിയ ബിസിനസ് സെക്രട്ടറി പീറ്റർ കൈൽ ഈ ആഴ്ച ബീജിംഗിലെത്തി വ്യാപാര ചർച്ചകൾ നടത്തും. UK-യുടെ ചൈനയുമായുള്ള വ്യാപാര ബന്ധം പുനരുജ്ജീവിപ്പിക്കുന്നതിനും ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥയിൽ വളർച്ച നൽകുന്നതിനുമുള്ള കെയർ സ്റ്റാമറിന്റെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ സന്ദർശനം. 7 വർഷത്തേക്കുള്ള UK-ചൈന ജോയിന്റ് എക്കണോമിക്സ് ആൻഡ് ട്രേഡ് കമ്മീഷന്റെ ആദ്യ സമ്മേളനത്തിൽ ബീജിംഗിൽ ചൈനീസ് വാണിജ്യ മന്ത്രി വാങ് വെന്റോയുമായി പീറ്റർ കൈൽ കൂടിക്കാഴ്ച നടത്തും. ലണ്ടനിലെ ട്യൂബ് യാത്രകൾ മുടങ്ങി. ജീവനക്കാരുടെ പണിമുടക്കുകൾ രൂക്ഷമായതിനാൽ ഈ ആഴ്ച ലണ്ടനിലെ ട്യൂബ് യാത്രകൾ തടസ്സപ്പെടും. പണിമുടക്കുകളുടെ പരമ്പര കാരണം വെള്ളിയാഴ്ച വരെ ട്യൂബ് ട്രെയിനുകൾ ഓടില്ല. തലസ്ഥാനത്തെ മറ്റ് ഗതാഗത സംവിധാനങ്ങളെ തിരക്കും ബാധിക്കാൻ സാധ്യതയുണ്ട്. ഞായറാഴ്ച വൈകുന്നേരം സേവനങ്ങൾ നേരത്തെ അവസാനിപ്പിക്കുകയും തിങ്കളാഴ്ച മുതൽ 4 ദിവസത്തേക്ക് ലണ്ടൻ അണ്ടർഗ്രൗണ്ട് പൂർണ്ണമായി അടയ്ക്കുകയും ചെയ്തു. ശമ്പള ചർച്ചകളുടെ ഭാഗമായി കുറഞ്ഞ പ്രവൃത്തി ആഴ്ച ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഏകദേശം 10,000 തൊഴിലാളികൾ ഉൾപ്പെടുന്ന വ്യാവസായിക സമരം RMT യൂണിയൻ ആരംഭിച്ചത്. എമർജൻസി അലർട്ട് സിസ്റ്റം പാളിയോ. ബ്രിട്ടനിൽ ദേശീയാടിസ്ഥാനത്തിൽ നടത്തിയ എമർജൻസി അലർട്ട് സിസ്റ്റത്തിന്റെ 2ാം പരീക്ഷണം പാളിയതായി റിപ്പോർട്ട്. ലക്ഷക്കണക്കിന് ഫോണുകളിലേക്ക് ഒരുമിച്ച് അലാം വരുന്ന സിസ്റ്റം പരീക്ഷിച്ചപ്പോൾ നിരവധി സാങ്കേതിക പിഴവുകൾ സംഭവിച്ചതായിട്ടാണ് റിപ്പോർട്ട്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് പ്രഖ്യാപിച്ചിരുന്ന മുന്നറിയിപ്പ് പല ഫോണുകളിലും വൈകിയാണ് എത്തിയത്. 4G 5G നെറ്റ്വർക്കുകളും ബന്ധിപ്പിച്ചിട്ടുള്ള എല്ലാ ഫോണുകളിലും ടാബ്ലറ്റുകളിലും സൈറൻ ശബ്ദം പോലുള്ള അലാം വരുമെന്നും വൈബ്രേറ്റ് ചെയ്യുമെന്നും അതോടൊപ്പം 10 സെക്കൻഡ് നേരത്തേക്ക് മുന്നറിയിപ്പ് സന്ദേശം സ്ക്രീനിൽ തെളിയുമെന്നുമായിരുന്നു പറഞ്ഞിരുന്നത്. ആദ്യ 3 വർഷങ്ങൾ മാത്രം 25.3 മില്യൺ പൗണ്ട് ചെലവ് വന്ന സിസ്റ്റം അതോടെ ഒരു വൻ പരാജയമായി എന്നാണ് വിലയിരുത്തൽ. ഇതിന്റെ ആദ്യ പരീക്ഷണം നടന്നത് 2023-ലായിരുന്നു. കുടിയേറ്റ നിയന്ത്രണത്തിൽ വ്യക്തത തേടി IOC UK കേരള ചാപ്റ്റർ. കുടിയേറ്റ നിയന്ത്രണത്തിനായുള്ള ധവളപത്രത്തിലെ ആശങ്കകൾ ഉന്നയിച്ച് മന്ത്രി സീമ മൽഹോത്രയുമായി കൂടിക്കാഴ്ച നടത്തിയും പ്രാദേശിക MPമാർക്ക് കത്തുകൾ അയച്ചും IOC UK കേരള ചാപ്റ്റർ വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള കുടിയേറ്റം നിയന്ത്രിക്കുന്നതിന് കടുത്ത മാർഗനിർദ്ദേശങ്ങളുമായി കെയർ സ്റ്റാമർ സർക്കാർ ധവളപത്രം പുറത്തിറക്കിയ സാഹചര്യത്തിൽ മൈഗ്രേഷൻ മന്ത്രി സീമ മൽഹോത്രയുമായി ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് UK കേരള ചാപ്റ്റേഴ്സ് പ്രസിഡന്റ് സുജു കെ ഡാനിയൽ കൂടിക്കാഴ്ച നടത്തി. ധവളപത്രത്തിലെ നിയമങ്ങൾ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരെ കൂടി കൂടുതൽ ബാധിക്കുന്ന തരത്തിലായതിനാൽ മന്ത്രിയുമായി ആശങ്കകൾ പങ്കുവച്ചതെന്നും സുജു കെ ഡാനിയൽ പറഞ്ഞു. എല്ലാ മേഖലകളിലും വിഷയം പൂർണ്ണമായും ചർച്ച ചെയ്തു. എല്ലാ അഭ്യൂഹങ്ങൾക്കും പൂർണ്ണമായി ഒഴിവാക്കി മാത്രമേ നിയമം നടപ്പിലാക്കുകയുള്ളൂ എന്നും മന്ത്രി ഉറപ്പ് നൽകിയതായും സുജു കെ ഡാനിയൽ വ്യക്തമാക്കി. സെപ്റ്റംബർ 8-ന് ധവളപത്രം പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരുന്ന സാഹചര്യത്തിൽ IOC പ്രവർത്തകർ രാഷ്ട്രഭേദമന്യേ UK-യിലെ MPമാർക്ക് കത്തെഴുതുവാൻ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി UK-യുടെ വിവിധ ഭാഗങ്ങൾ IOC പ്രവർത്തകർ പ്രാദേശിക MPമാർക്ക് ഇമെയിൽ മുഖേന കത്തുകൾ അയച്ചു തുടങ്ങി. അപരിമിത താമസ അനുവാദം അനുവദിക്കുന്നതിനുള്ള വിസ താമസ കാലയളവ് 5 വർഷത്തിൽ നിന്നും 10 വർഷത്തിലേക്ക് ഉയർത്തുന്നത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ അടങ്ങുന്നതാണ് ധവളപത്രം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ റിഫോം UK ഉയർത്തിയ വെല്ലുവിളികൾക്ക് തടയിടുക എന്ന ലക്ഷ്യമിട്ട് ലേബർ സർക്കാർ അടിയന്തരമായി കുടിയേറ്റ നിയന്ത്രണ നിർദ്ദേശങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നു എന്നാണ് വിലയിരുത്തൽ. ILR അനുവാദ കാലാവധി 10 വർഷമാക്കിയതോടെ കുറേ പേരെങ്കിലും രാജ്യം വിട്ടു പോകുന്നതിനും വിദേശത്തു നിന്ന് വരാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണം കുറയ്ക്കുവാനും സാധിക്കുമെന്ന സാധ്യത ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ നയമാറ്റം അവതരിപ്പിച്ചിരിക്കുന്നത്. സർക്കാർ നയമാറ്റം കുടിയേറ്റക്കാരിൽ ഉണ്ടാക്കുന്ന പ്രതികരണം പരിഗണിച്ചായിരിക്കും പദ്ധതി നടപ്പാക്കുക എന്നും കൂടി സർക്കാർ ധവളപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അതിനാലാണ് IOC പ്രവർത്തകർ കത്തുകൾ അയക്കുന്നത്. തരംഗമായി യുഗ്മ ഫോർച്യൂൺ ലോട്ടറി. യുഗ്മ UK-യിലെ പ്രമുഖ മോർട്ട്ഗേജ് ഇൻഷുറൻസ് പ്രൊവൈഡറായ ലൈഫ് ലൈൻ പ്രൊട്ടക്ഷന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന യുഗ്മ ഫോർച്യൂൺ ലോട്ടറിയുടെ വിൽപ്പന അംഗമായ അസോസിയേഷനുകളുടെ സഹകരണത്തോടെ ആവേശകരമായി തുടരുന്നു.
അസോസിയേഷനുകളിൽ നടക്കുന്ന ഓണാഘോഷത്തോട് അനുബന്ധിച്ച് യുഗ്മ ഫോർച്യൂൺ ലോട്ടറി വിൽക്കുന്നതിനുള്ള സുവർണ അവസരമായി കണ്ട് അതിനുള്ള തയ്യാറെടുപ്പിലാണ് യുഗ്മ അംഗ അസോസിയേഷനുകൾ. ഭാഗ്യശാലികൾക്ക് കൈനിറയെ സമ്മാനങ്ങൾ ലഭിക്കുന്ന വിധമുള്ള സമ്മാന ഘടനയാണ് യുഗ്മ ഫോർച്യൂൺ ഇത്തവണ തയ്യാറാക്കിയിരിക്കുന്നത്. 10,000 പൗണ്ട് ഒന്നാം സമ്മാനമായി ഒരു ഭാഗ്യശാലിക്ക് ലഭിക്കുമ്പോൾ രണ്ടാം സമ്മാനമായി നൽകുന്നത് 1 പവൻ സ്വർണമാണ്. മൂന്നാം സമ്മാനം 4 ഗ്രാം സ്വർണം വീതം 2 പേർക്ക് ലഭിക്കുമ്പോൾ നാലാം സമ്മാനം 7 പേർക്ക് 2 ഗ്രാം സ്വർണം വീതം ലഭിക്കുന്നതാണ്. യുഗ്മയുടെ എല്ലാ റീജിയനുകൾക്കും ഒരു സമ്മാനമെങ്കിലും ലഭിക്കുന്ന വിധമാണ് നാലാം സമ്മാനത്തിന്റെ നറുക്കെടുപ്പ് നടത്തപ്പെടുന്നത്. സ്വർണ്ണ സമ്മാനങ്ങളെല്ലാം 22 ക്യാരറ്റ് സ്വർണ്ണമായിരിക്കും. 10 രൂപയാണ് ഒരു ടിക്കറ്റിന്റെ വില. യുഗ്മ ഫോർച്യൂൺ ടിക്കറ്റ് വിൽപ്പനയിലൂടെ ലഭിക്കുന്ന തുക ഇതിന്റെ 50% അതായത് റീജനുകൾക്കും അസോസിയേഷനുകൾക്കുമായി വീതിച്ചു നൽകും. ബാക്കി വരുന്ന തുകയുടെ ഒരു നിശ്ചിത ശതമാനം യുഗ്മയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കും. യുഗ്മ നാഷണൽ റീജിയണൽ കമ്മിറ്റികളുടെ അംഗം അസോസിയേഷനുകളുടെയും പ്രവർത്തനങ്ങൾക്കുള്ള ധനശേഖരണാർത്ഥമാണ് ഇത് ലൈഫ് ലൈൻ പ്രൊട്ടക്ഷന്റെ സഹകരണത്തോടെ യുഗ്മ ഫോർച്യൂൺ ലോട്ടറി സംഘടിപ്പിച്ചിരിക്കുന്നത്. 2025 നവംബർ 1 നടക്കുന്ന യുഗ്മ ദേശീയ കലാമേളയുടെ വേദിയിൽ വെച്ചായിരിക്കും യുഗ്മ ഫോർച്യൂൺ ലോട്ടറിയുടെ നറുക്കെടുപ്പ് നടത്തപ്പെടുക. യുഗ്മ ഫോർച്യൂൺ ടിക്കറ്റ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സുരക്ഷിതരാക്കാം കുട്ടികളെ വിങ്കിയോ വഴി. സ്കൂളുകൾ വീണ്ടും തുറന്നതോടെ പല മാതാപിതാക്കൾക്കും തങ്ങളുടെ കുട്ടികൾക്ക് ആദ്യമായി സ്മാർട്ട് ഫോണുകൾ വാങ്ങി നൽകാൻ ഒരുങ്ങുകയാണ്. എന്നാൽ ഈ ശക്തമായ ഉപകരണങ്ങൾ കൊച്ചു കൈകളിലെത്തുമ്പോൾ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് പലരും വേണ്ടത്ര ബോധവാന്മാരല്ല. UK അടക്കമുള്ള രാജ്യങ്ങളിൽ സ്കൂളുകളിൽ മൊബൈൽ ഫോൺ നിരോധിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിൻ്റെ കാരണം ഈ അപകടങ്ങളാണ്. ഇതിനൊരു പരിഹാരവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു UK മലയാളികളുടെ സംരംഭമായ വിങ്കിയോ. www.mywingio.com UK മലയാളികളായ സേവ്യർ ടിജോയും രാജീവ് അഴപ്പിള്ളിയും ചേർന്നാണ് വികസിപ്പിച്ചിരിക്കുന്നത്. ഇന്റർനെറ്റിലേക്കുള്ള അനിയന്ത്രിതമായ പ്രവേശനം കുട്ടികളെ സൈബർ ലോകത്തെ പലതരം അപകടങ്ങളിലേക്ക് നയിച്ചേക്കാം. പ്രായത്തിന് അനുയോജ്യമല്ലാത്ത ഉള്ളടക്കങ്ങൾ, സോഷ്യൽ മീഡിയ, ഗെയിമുകൾ എന്നിവയിലേക്ക് എളുപ്പത്തിൽ പ്രവേശനം ലഭിക്കുന്നു. കൂടാതെ അപരിചിതർക്ക് കുട്ടികളുമായി ബന്ധപ്പെടുവാനും സൈബർ ബുള്ളിങ്ങിനും ഓൺലൈൻ ഗ്രൂമിംഗ് തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്ക് അവരെ ഇരയാക്കുവാനും ഇത് വഴിയൊരുക്കുന്നു. ആപ്പ് സ്റ്റോറുകളിലെ സുരക്ഷാ ഭീഷണികളും ഒരു പ്രധാന പ്രശ്നമാണ്. കുട്ടികൾക്കായി എന്ന് ലേബൽ ചെയ്ത പല ആപ്പുകളും അപകടകാരികൾ എന്നത് ഒരു പ്രായോഗിക പരിഹാരമല്ല. കാരണം പഠനത്തിനും സാമൂഹിക ഇടപഴകലിനും ഫോണുകൾ ഒരു പരിധിവരെ ആവശ്യമാണ്. അതിനാൽ പാരന്റൽ കൺട്രോൾ സംവിധാനങ്ങൾ ഉപയോഗിക്കുക എന്നതാണ് ഏറ്റവും ഉചിതമായ മാർഗം. എന്നാൽ കുട്ടികൾ എളുപ്പത്തിൽ മറികടക്കാൻ കഴിയുന്ന ഒരു സാധാരണ പാരന്റൽ കൺട്രോൾ ഫലപ്രദമല്ല. എന്നാൽ വിങ്കിയോ പാരന്റൽ കൺട്രോൾ ഗൂഗിൾ, സാംസങ് തുടങ്ങിയ കമ്പനികളുടെ സുരക്ഷാ ചട്ടക്കൂടുകൾ ഉപയോഗിക്കുന്നതിനാൽ ഇത് വളരെ വിശ്വസനീയമാണ്. സ്ക്രീൻ സമയം നിയന്ത്രിക്കുവാനും ആപ്പുകൾ ബ്ലോക്ക് ചെയ്യുവാനും കുട്ടികളുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനും മാതാപിതാക്കളെ ഇത് സഹായിക്കുന്നു. ഈ സംവിധാനത്തിലൂടെ കുട്ടികൾക്ക് ആവശ്യമുള്ളപ്പോൾ സമയം നീട്ടിച്ചോദിക്കുവാനും പുതിയ ആപ്പുകൾ ആവശ്യപ്പെടുവാനും കഴിയും. ഇത് അവരിൽ ഉത്തരവാദിത്ത ബോധം വളർത്താൻ സഹായിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും സംശയങ്ങൾക്കും support@mywingio.com എന്ന ഇമെയിലിലൂടെയും 7349970810 എന്ന നമ്പറിലും ബന്ധപ്പെടാം. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 118.90 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 87.95 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 103.42 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.35 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 63.81 ഇന്ത്യൻ രൂപ. മോർണിംഗ് ന്യൂസ് അവസാനിച്ചു. നന്ദി, നമസ്കാരം.